اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون. صدق الله مولانا العظيم. صدق بلغ رسوله النبي الكريم. نحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ ആദരണീയരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ സമാഗതമാകുകയും റഹ്മത്തിന്റെ പത്തും മഗ്ഫിറത്തിന്റെ പത്തും അവസാനിച്ച് അടുത്ത ദിവസങ്ങളിൽ നരകമോചനത്തിന്റെ അവസാനത്തെ പത്തിലേക്ക് കാലെടുത്ത് വെക്കാനിരിക്കുന്ന സമയത്ത് ലോക മുസ്ലിമീങ്ങളെല്ലാവരും ബദർ ശുഹദാക്കളെ അനുസ്മരിക്കുകയും ബദരീങ്ങളുടെ ആണ്ട് വളരെ വിപുലമായി എല്ലായിടങ്ങളിലും ആചരിച്ചു വരികയും ചെയ്യുന്നതിന്റെ ഭാഗമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ മദതും ഹിഫ്ളും സഹായവും ജീവിതത്തിലുടനീളം അത് ലഭിക്കാൻ ഈ മജ്ലിസ് അല്ലാഹു നിമിത്തമാക്കി തരുമാറാവട്ടെ. ഇതിനെ സഹകരിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ വിവിധങ്ങളായ ചരിത്ര നിമിഷങ്ങളിലൊന്നാണ് ബദർ എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലും മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിലും ഇത്രമാത്രം സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ഒരു യോദ്ധാക്കൾ അത് ബദരീങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 74ഓളം യുദ്ധങ്ങൾക്ക് സാഹചര്യമൊരുങ്ങിയിരുന്നു. നാമൊക്കെ പഠിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നേതൃത്വം നൽകിയ 27 യുദ്ധങ്ങളും വസുവത്ത് എന്ന പേരിലും അല്ലാഹുവിന്റെ പ്രവാചകർ നേരിട്ട് നേതൃത്വം നൽകാതെ അനുയായികളെ പറഞ്ഞയച്ച 47 യുദ്ധങ്ങൾക്കും സാഹചര്യമുണ്ടായിരുന്നു. ഈ 74ഓളം വരുന്ന യുദ്ധങ്ങളിൽ ഉഹുദും ഖന്തഖും തബൂക്കും ഹുനൈനും അതുപോലെ ധാരാളം യുദ്ധങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലും സ്മൃതിപഥത്തിലും ഹൃദയത്തിലുമൊക്കെ കടന്നു വരാറുണ്ടെങ്കിലും ലോക മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ മതവിശ്വാസികൾക്കും ശുഹദാക്കളുണ്ടാവും, യോദ്ധാക്കൾ അവർക്കും ഉണ്ടാവും. അവരുടെ മതത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളുകളുണ്ടാവും. ലോകത്തെ എല്ലാ മതത്തെയും മനുഷ്യരെയും എല്ലാവരെയും പരിശോധിച്ചാലും 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും 313ഓളം വരുന്ന യോദ്ധാക്കൾക്ക് അനുയായികൾ ഇത്രമാത്രം പരിഗണന കൊടുക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന ബദരീങ്ങളല്ലാത്ത ഒരു വിഭാഗത്തെയും നമുക്ക് കാണാൻ കഴിയില്ല. അവരോടുള്ള മഹബത്ത് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അതെന്തുകൊണ്ടാണ്? ബദർ യുദ്ധത്തിന്റെ സാഹചര്യവും ചുറ്റുപാടും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം ഒരിക്കലും മതപ്രചാരണത്തിന് വേണ്ടി ദീൻ പ്രചരിപ്പിക്കാൻ യുദ്ധം ചെയ്ത മതമല്ല. മതത്തെ പ്രചരിപ്പിക്കാൻ ഒരിക്കലും യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യം മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനുമില്ല. കാരണം
പൗരാണിക കാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും ഇനി അന്ത്യനാൾ വരെയുള്ള ഏതെല്ലാം കാലഘട്ടമുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യർ ഉൾക്കൊള്ളാനാവുന്ന ഏക ജീവിതത്തിന്റെ പ്രത്യയശാസ്ത്രം ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ തീർച്ചയായും ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന അള്ളാഹുവിന്റെ മതം അത്രയും വ്യക്തമാണ്, സുതാര്യമാണ്. പകൽ വെളിച്ചം പോലെ ആരുടെ മുന്നിൽ ബോധ്യപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ആയുധം കാട്ടിയും അക്രമം കാട്ടിയും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമില്ല. നമ്മുടെ പുതിയ കാലത്ത്, ആധുനിക കാലത്ത് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉപകാരത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച നാൽക്കാലികളെ പോലും മനുഷ്യർക്ക് തൊടാൻ പറ്റില്ല എന്ന് ഉത്തരവിടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതത്തിന്റെ പേരിൽ. ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാം. ആ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണവുമായി അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 13 വർഷക്കാലം ഹിജറക്ക് മുമ്പ് ജീവിക്കുകയുണ്ടായി. 13 വർഷക്കാലം ഹിജറക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകർ മക്കയിൽ ജീവിച്ചപ്പോഴും യുദ്ധത്തിനുള്ള അനുമതി ലഭിച്ചിട്ടില്ലായിരുന്നു. എത്രമാത്രം പീഡനങ്ങളും യാതനകളും പ്രയാസങ്ങളുമാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കേണ്ടി വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരുടെ അനുയായികൾ സഹിക്കേണ്ടി വന്നത്. എന്നിട്ടും മക്കയിൽ അള്ളാഹുവിന്റെ പ്രവാചകർ ഇസ്ലാമിനെ വളർത്തിയത് എങ്ങനെയായിരുന്നു? ഒന്ന് വിശുദ്ധ ഖുർആൻ എന്ന മാസ്മരികമായ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ആ മഹാ അജബാകുന്ന അത്ഭുതമാകുന്ന ഖുർആൻ കൊണ്ടായിരുന്നു. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ എന്ന ആ മാസ്മരികമായ അള്ളാഹുവിന്റെ വചനങ്ങള് ലോകത്തിന്റെ മുന്നിൽ ആവിഷ്കരിച്ച് കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം, ജീവിതം, ഇത് രണ്ടും കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഖുർആന്റെ മുന്നിൽ അബൂജഹലിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും കൊടിയ ശത്രു അബൂജഹലായിരുന്നു. അതാണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകർ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുമ്പോൾ അബൂജഹലിന് രാത്രി ഉറക്കം കിട്ടിയില്ലായിരുന്നു. അബൂജഹൽ ഒളിഞ്ഞും മറിഞ്ഞും മറയിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ ഒത്തി കേട്ട് ആസ്വദിച്ചിരുന്നു എന്നല്ലേ ചരിത്രത്തിലുള്ളത്. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? പരിശുദ്ധമായ ഖുർആൻ അബൂജഹലിന്റെ മനസ്സിൽ പോലും ഇളക്കം തട്ടിച്ചിരുന്നു. പക്ഷേ അബൂജഹലിനെ പോലത്തെ അഹങ്കാരികൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അതിന് കാരണം അഹങ്കാരമായിരുന്നു, അസൂയയായിരുന്നു. അതുപോലത്തെ ദുശ്ശീലങ്ങളിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകരുടെ വ്യക്തിത്വവും ലോകത്ത് ഇസ്ലാമിനെ ഇങ്ങനെ ആകർഷിച്ചപ്പോൾ ശത്രുക്കൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ആദർശപരമായി ഇസ്ലാമിനോട് ഒരിക്കലും പോരാടാൻ പറ്റിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടുത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താൻ അവർ തീരുമാനിച്ചത്. വകവരുത്താൻ തീരുമാനിച്ചു. പ്രവാചകരുടെ വീട് വളഞ്ഞു. ഒരു ഈച്ചക്ക് പോലും പുറത്തേക്ക് പോകാൻ പഴുതില്ലാത്ത രൂപത്തിൽ ഖുറൈശികളിലെ മുഴുവൻ തറവാട്ടിൽ നിന്നും അവിടുത്തെ മുഴുവൻ യുവാക്കളും അല്ലാഹുവിന്റെ പ്രവാചകരുടെ വീട് പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയ ജീവിക്ക് പോലും പോകാൻ പറ്റില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഹിജ്റത്തുള്ള അനുമതി കൊടുക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ പുലരുന്നതിന് മുമ്പ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ തന്റെ വിരിപ്പിൽ കിടത്തിയിട്ട് സൂറത്തുൽ യാസീനിലെ ആദ്യ ഭാഗങ്ങളിലുള്ള വചനങ്ങൾ ഒരുമിച്ചിട്ട് ഒരു പിടി മണ്ണുവാരി എറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണുപൊട്ടിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൂടുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഞാൻ ഹിജ്റ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കുറഞ്ഞ സമയമാണുള്ളത്.
യുദ്ധം എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ, ലോക ചരിത്രത്തിലെ ഉജ്ജ്വലമായ 1000 അധ്യായങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ട ബദർ യുദ്ധത്തിനുള്ള സാഹചര്യമെന്താണ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന് ഹിജറ പോകുന്നു. 2 വർഷം കഴിയുമ്പോഴാണ് യുദ്ധത്തിനുള്ള അനുമതി അല്ലാഹു കൊടുക്കുന്നത്. ശത്രുക്കളോട് ആയുധപരമായ ഒരു പോരാട്ടത്തിനുള്ള അനുമതി ലഭിക്കുന്നത് 2 വർഷമാണ്. അതിനുള്ള കാരണം എന്താ? മതപ്രകാരം അടിസ്ഥാനപരമായ കാരണമല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അത് വീണ്ടും വീണ്ടും അന്യനാട്ടിൽ ചെന്ന് സ്വസ്ഥമായി ജീവിക്കുമ്പോൾ പോലും അതിനുപോലും സാഹചര്യം ലഭിക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകരെയും അനുയായികളെയും പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഖുർആൻ യുദ്ധത്തിന് വേണ്ടി അനുമതി കൊടുക്കുന്നത്. അതാണല്ലോ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത്, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ. ഉദിന ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്ക് അനുമതി കൊടുക്കപ്പെട്ടു. എന്താണ് അവരുടെ പ്രത്യേകത? യുഖാതലൂന ബിഅന്നഹും ദുലിമൂ, അകാരണമായി കൊല ചെയ്യപ്പെടുന്നവരാണ് അവർ. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, നിശ്ചയമായും അല്ലാഹു അവരെ സഹായിക്കാൻ നിശ്ചയമായും കഴിവുള്ളവനാണ്. എല്ലാ കാലവും പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ പീഡിതരായി ജീവിക്കുകയില്ല. അവർക്കൊരു ഉയർത്തെഴുന്നേൽക്കുന്ന സമയമുണ്ട്. അല്ലാഹു അവരെ സഹായിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. യുദ്ധത്തിന് സമ്മതം കൊടുക്കപ്പെട്ട വിഭാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. സ്വന്തം ജന്മനാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മാറ്റി ഒഴിക്കപ്പെട്ടവരാണ്. ബിഗൈരി ഹഖിൻ, കാരണങ്ങളില്ലാതെ. ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, അവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കാരണം, സ്വന്തം നാട്ടിൽ നിന്ന് നാട്ടിയൊഴിക്കപ്പെടാനുള്ള ഒറ്റ കാരണമുണ്ട്. ആ കാരണം എന്താ? ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, അവർ ഒറ്റ കാര്യമാണ് പുറത്താക്കാനുള്ള കാരണം. അൻ യഖൂലൂ, അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു മാത്രമാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അവർ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറ്റിയോടിക്കപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും ഉരുവിടുന്നൊരു മന്ത്രമാണത്. അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ നാവിലൂടെ പുറത്തുവിടുന്നൊരു വചനമാണത്. റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു മാത്രമാണ്. ഈമാൻ അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അത് മരണസമയത്തും പറയാൻ അല്ലാഹു ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവർ. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സ്വവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറ ഫീഹ ഇസ്മുല്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയാണ്, യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യവും കാരണവും എന്താ? അതിനൊരു കാരണമുണ്ട്. ലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദിൻ, അല്ലാഹു ചിലവരെ കൊണ്ട് ചിലവരെ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ബദറിൽ വെച്ച് അബൂബക്കറിനെയും കൂട്ടരെയും തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ചില ചരിത്രത്തിൽ ചില ഘട്ടങ്ങളിൽ വളരെ ചെറിയ ഒരു വിഭാഗമാണെങ്കിലും അവരെ കൊണ്ട് ചില അഹങ്കാരികളെ അല്ലാഹു തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹ്. ലോകത്ത് പള്ളികൾ ഉണ്ടാകുമായിരുന്നില്ല, ആരാധനാലയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ലോകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ചില ആളുകളെ കൊണ്ട് ചിലവരെ തടുക്കുക. ബദർ ഉദ്ദേശിച്ചുകൊണ്ടാ പറയുന്നത് അല്ലെ. ബദറിൽ മുസ്ലിമീങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. അതേസമയം ശത്രുക്കൾ വലിയ ശക്തരായിരുന്നു. പക്ഷെ എന്നിട്ടും ബദറിലെ കുറഞ്ഞ മുസ്ലിമീങ്ങളെ കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരികളെ അല്ലാഹു തടഞ്ഞു. അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും അബൂലഹബിന്റെയും അതുപോലുള്ള ധിക്കാരികളുടെ മനക്കോട്ടകളെ മുഴുവനും, അവരുടെ അഹങ്കാരത്തിന്റെ കൊട്ടാരങ്ങളെ മുഴുവനും
ബദറിന്റെ രണഭൂമിയിൽ വെച്ച് ചീട്ടുകൊട്ടാരമോടെ അല്ലാഹു തകർത്തെറിഞ്ഞു. അതില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ നിന്ന് നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ലായിരുന്നു. അള്ളാഹുവിനെ വിളിക്കുന്നവർ ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ലോകത്തുണ്ടാകുമായിരുന്നില്ല. ആരാധനാലയങ്ങൾ ലോകത്തുണ്ടാകുമായിരുന്നില്ല. ഇനി ഇത് മാത്രമല്ല, ലോകത്ത് അങ്ങനെയാണ്. അള്ളാഹു മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ചിലതുകൊണ്ട് ചിലവരെ തടുക്കും, അല്ലേ? ഇത് കേവലം ഒരു യുദ്ധവുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല. ലോകത്ത് മനുഷ്യന്മാരുടെ നിലനിൽപ്പിന്റെ കാരണം എന്താണ്? ഓരോരുത്തരും ചിലവരെ കൊണ്ട് അല്ലാഹു ചിലവരെ തടുക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അമേരിക്കയിലെ പുതിയ ഭരണാധികാരി എത്ര അഹങ്കാരത്തോടെയാണ് ഭരണം ഏറ്റെടുത്തത്. മുസ്ലിമീങ്ങൾക്കെതിരെ കുരച്ചിട്ടാണ് ഭരണം ഏറ്റെടുത്തത്. പക്ഷേ ആ റൊണാൾഡ് ട്രംപിനും സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കൈപിടിക്കേണ്ടി വന്നു. അത് സ്വാഭാവികമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു ഭരണാധികാരിയുടെ കൈപിടിക്കേണ്ടി വരും. എന്താ കാരണം? അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു രാജ്യക്കാർക്കും ഒരു വ്യക്തികൾക്കും ഭൂമിയിൽ സ്വയമായി ജീവിക്കാനുള്ള ഒരു കഴിവും കൊടുത്തിട്ടില്ല. ഇന്ത്യക്കാർക്ക് എല്ലാം കൊടുത്തിട്ടില്ല, അമേരിക്കക്കാർക്ക് എല്ലാം കൊടുത്തിട്ടില്ല, എന്നാൽ അറബികൾക്കുമെല്ലാം കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുത്ത പലതും അവിടെ കൊടുത്തിട്ടില്ല, അവിടെ കൊടുത്ത പലതും ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പെട്രോളും പൊന്നും കൊണ്ട് അമേരിക്കക്കാരെ തടുക്കുന്നു അല്ലാഹു, എന്നാൽ ആയുധം കൊണ്ടും ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടും ഇവിടെ തടുക്കുന്നു. ഇങ്ങനെ ഓരോ രാജ്യവും ഓരോ ജനങ്ങളും ഓരോ പ്രദേശത്തുകാരും പരസ്പരം സഹകരിക്കാൻ നിർബന്ധിതരാണ്. കാരണം തമിഴ്നാട്ടുകാർ കേരളക്കാർ സഹകരിക്കലെല്ലാം നിർവാഹമില്ല. കാരണം മുല്ലപ്പെരിയാർ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തർക്കിക്കാന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടു കൂട്ടർക്കും ബേജാറാണ്. കാരണം എന്ത് സംഭവിച്ചാൽ വാളയാർ ചെക്ക് പോസ്റ്റ് തടയപ്പെട്ടാൽ നമ്മൾ കുടുങ്ങും. അതേപോലെ അവർക്കും പലതും പ്രശ്നമാണ്. അത് സ്വാഭാവികമാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്താ അവസ്ഥ? തമിഴ്നാട്ടുകാർക്കൊക്കെ അവിടെ കിട്ടും, കേരളക്കാർക്കൊക്കെ ഇവിടെ കിട്ടിയെങ്കിൽ എന്ന് ഒട്ടിപ്പോകും. പക്ഷേ എല്ലാവരെയും ഈ ലോകം നിലനിൽക്കുന്നതും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതും ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം ഒരു പരിധി വരെയൊക്കെ നിലനിന്നു വരുന്നതും ഇങ്ങനെ അള്ളാഹു ഒരു സംവിധാനം ഏർപ്പെടുത്തിയതുകൊണ്ടാണ്. ഏതായിരുന്നാലും ബദ്ർ യുദ്ധത്തിൽ അള്ളാഹു താൻ അങ്ങനെ അനുമതി കൊടുത്തപ്പോൾ ആദ്യമായി നടക്കുന്ന നബിതങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വസുവത്താണ് ബദ്ർ എന്ന് പറയുന്നത്. ബദർ നൽകുന്ന പാഠങ്ങൾ, അല്ലെ? ബദറിൽ മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്കൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. വഴിയിൽ വെച്ചാണ് ഒരു യുദ്ധം രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ്, കാരണം ബദറിൽ വഴിക്ക് ഷാമിലുണ്ട്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയും പലസ്തീനും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് പഴയ ഷാം. ഇന്ന് സിറിയയാണ് ഷാം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാമിൽ നിന്ന് 1000 ഒട്ടകവുമായി 40ഓളം വരുന്ന ആളുകളുമായി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലേക്ക് വരുന്നൊരു കച്ചവട സംഘം. ആ കച്ചവട സംഘത്തെ ബദറിൽ വെച്ചൊന്ന് തടുക്കാം, അവരെ പ്രതിരോധിക്കാം, എന്നിട്ട് അവരുടെ മുതൽ കൈക്കലാക്കുക എന്നതാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ ലക്ഷ്യമാക്കിയത്. യുദ്ധം ലക്ഷ്യമില്ല. പക്ഷെ മുതലൊരിക്കലും കവർച്ചയല്ല കേട്ടോ. ആ മുതൽ നമ്മുടെ കൈക്കലാക്കുന്നത് കവർച്ചയല്ല. കാരണം എന്തുകൊണ്ട്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് 100 സ്വഹാബി വര്യന്മാർ അവരുടെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചു പോയതാണ്. ആ സ്വത്ത് മുഴുവനും മക്കയിലെ ഖുറൈശികൾ കൈയടക്കിയതാണ്. ആ സമ്പത്ത് കൊണ്ട് മുതയാണ് ഇവിടെ വ്യാപാരം നടത്തുന്നത്, കച്ചവടം നടത്തുന്നത്. അന്നത്തെ 50,000 സ്വർണ്ണ നാണയത്തിന്റെ മൂല്യമുള്ള ധനവുമായി അബൂ സുഫിയാൻ കൂട്ടരും പോകുമ്പോ ആ മുതൽ മുസ്ലിമീങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ആ മുതൽ മക്കയിലെത്തിക്കഴിഞ്ഞാൽ ഇനിയും ഇസ്ലാമിന് ക്ഷീണമാണ്. അതുകൊണ്ടാണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് അത് ലക്ഷ്യമാക്കിയ പുറപ്പെടുന്നു. അതുകൊണ്ട് കുറെ ആളുകൾ പങ്കെടുത്തിട്ടില്ല. 300 ചില്ലാൻ ആളാണ് ചുരുങ്ങിയതും 2 കുതിരയും 60ഓളം യുദ്ധവസ്ത്രവും വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ പോയത്. 40 ആളെ തടുക്കാൻ 313 ആൾക്കാർ ധാരാളാണല്ലോ, യാതൊരു തർക്കവുമില്ലല്ലോ. അതുകൊണ്ട് സഹാബിവര്യന്മാരെല്ലാവരും പോയിട്ടില്ല. ഈ ആളുകളെ മാത്രം ബദറിലേക്ക് പോകുന്നു. പക്ഷേ ബദറിലേക്ക് പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് യുദ്ധം ലക്ഷ്യമില്ലെങ്കിലും വഴിയിൽ വെച്ച് അബൂജഹലും സംഘത്തിന്റെയും വരവ് നബി തങ്ങൾ അറിയുന്നുണ്ട്. അതറിഞ്ഞതോടുകൂടെ സ്വഭാവം മാറി. ഈ സമയം മുതൽ ബദർ യുദ്ധം അവസാനിക്കുന്നതുവരെ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, ബദറിലെ വിജയത്തിന്റെ കാരണം ആയുധത്തിന്റെ ബലമല്ല, ആളുകളുടെ എണ്ണബലമല്ല, സമ്പൽ സമൃദ്ധിയുടെ കാരണമല്ല. ബദറിൽ വിജയിക്കാനുള്ള പ്രധാനമായുള്ള കാരണം ബദറിൽ പോരാടിയത് വിനയവും അഹങ്കാരവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ബദർ നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് വിജയിക്കാൻ പറ്റിയ നല്ല ആയുധം വിനയമാണ്. മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ ആരംഭം മുതൽ അവസാനം വരെ പ്രകടിപ്പിച്ച ഒരു വലിയ വിശേഷണമാണ് വിനയം. ഇന്ന് പലപ്പോഴും മുസ്ലിങ്ങളായ നമ്മളിൽ പലവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണത് വിനയം. അള്ളാഹു നമ്മളെ വിനയമുള്ളവരിൽ പെടുത്തുമാറാവട്ടെ, അഹങ്കാരികളിൽ അള്ളാഹു പെടുത്താതിരിക്കുമാറാവട്ടെ. അഹങ്കാരികൾക്ക് സ്വർഗപ്രവേശനം എന്നുള്ളത് അസാധ്യമാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമായി വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാർ. ഒരു സൂചിയുടെ നൂല് കോർക്കുന്ന ദ്വാരത്തിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുന്നത് എത്ര അസാധ്യമാണോ അത്രയും അസാധ്യമാണ് അഹങ്കാരി സ്വർഗത്തിൽ കടക്കരുത്. ഖുർആൻ ബദർ നമുക്ക് നൽകുന്ന മെസ്സേജ് വിനയത്തിന്റെ മെസ്സേജാണ്, ദുആഇന്റെ മൂല്യമാണ്, ദിക്റിന്റെ പ്രാധാന്യമാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ ഘട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ബദറിൽ 300 ചില്ലാനോളം ആളുകൾ, 70ഓളം ഒട്ടകങ്ങൾ. ബദറിലേക്ക് മദീനയിൽ നിന്ന് 145 കിലോമീറ്ററാണുള്ളത്. മക്കയിൽ നിന്ന് ഏകദേശം 200-ലേറെ കിലോമീറ്റർ ഉണ്ട്, 300ഓളം കിലോമീറ്റർ ഉണ്ട്. അതേസമയം മദീനയിൽ നിന്ന് ബദറിലേക്ക് 145 കിലോമീറ്ററാണ്. ഈ 145 കിലോമീറ്റർ നോമ്പുകാരായി ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് അവർക്ക് ഉപയോഗിക്കാനുള്ള വാഹനം കേവലം 70 ഒട്ടകങ്ങളാണ്. ഈ 70 ഒട്ടകങ്ങളിലും 313 ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വഹാബത്ത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാഹനം ഷെയർ ചെയ്യുകയാണ്. ഒരു വാഹനം 3 ആൾ ഉപയോഗിക്കും, ഒരു വാഹനം 3 ആൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു വാഹനത്തിൽ 3 ആൾ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഒരു ഒട്ടകം 3 ആൾ ഉപയോഗിക്കുന്നു. 2 ആൾ കയറും, ഒരാൾ തുടിക്കും. ഇതായിരുന്നു അവിടുത്തെ ഷെഡ്യൂൾ, നിയമം അങ്ങനെയാണ്. അങ്ങനെ ഓരോ വാഹനത്തിൽ 3 ആൾ നിശ്ചയിച്ചു. മഹാനായ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഹബീബായ നബി തങ്ങൾക്ക് പോലും സെപ്പറേറ്റ് ഒരു വാഹനമില്ല. അള്ളാഹുവിന്റെ പ്രവാചകർക്കും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കും മർസദ് റളിയല്ലാഹു അൻഹുവിനും കൂടെ 3 ആൾക്ക് കൂടെ ഒറ്റ വാഹനമാണ്. ആ വാഹനത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കയറി. നബി തങ്ങളെ മുന്നിലിരുത്തി, അലി തങ്ങൾ ബാക്കിലിരുന്നു. എന്നിട്ട് അവിടെ ആരാണ് ആ വാഹനത്തെ തൊടിക്കുന്നത്? മർസദ് തങ്ങളാണ്. തൊടിച്ചുകൊണ്ടേ പോകുന്നു. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ സമയമായപ്പോൾ മർസദ് റളിയല്ലാഹു അൻഹു കയറി. അലി ഇബ്നു അബീ ത്വാലിബ് താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും തൊടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ തൊടിക്കുമ്പോ 2 ആൾ കയറുക, മറ്റൊരാൾ ഇറങ്ങുമ്പോ മറ്റൊരാൾ കയറുക. ഇങ്ങനെയാണ് അവിടുത്തെ ചിട്ട. അങ്ങനെ കുറെ മുന്നോട്ട് പോയപ്പോ ഇനി ഇറങ്ങേണ്ട സമയം ആരുടേതാണ്? ഊഴം ആരുടേതാണ്? ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകർ ഇറങ്ങാൻ സമയമായപ്പോൾ, ആ ഹബീബ് ഇറങ്ങേണ്ട സമയമായപ്പോൾ മഹാനായ അലി തങ്ങളും മർസദും പറഞ്ഞു, യാ റസൂലല്ലാഹ് നംശി അൻക യാ റസൂലല്ലാഹ്. തങ്ങൾ ഇറങ്ങേണ്ട നബിയെ, തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നടന്നുകൊള്ളാം. സ്വഹാബത്തിലെ ആരാണ് അല്ലാഹുവിന്റെ ഹബീബ്? കാരണം അലികളുടെ ഹൃദയത്തിൽ, അനുയായികളുടെ ഹൃദയത്തിൽ, ലോക മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഇത്രമാത്രം ബഹുമാനം ലഭിച്ച ഒരു നേതാവ് ലോകത്തുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബിനോട് എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, മരുമകനടക്കമുള്ള ശിഷ്യന്മാർ പറഞ്ഞു,
നംശി അൻക യാ റസൂലല്ലാഹ്, തങ്ങൾ ഇറങ്ങേണ്ട നബിയെ ഞങ്ങൾ നടന്നോളാം, തങ്ങൾക്ക് വേണ്ടി തങ്ങൾ കയറിക്കോ. പ്രിയപ്പെട്ട സഹോദര, സ്വഹാബത്തല്ലേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളല്ലേ ഹിജ്റ വേളയിൽ മക്കയിൽ നിന്ന് നടന്ന് സൗറിന്റെ മുകളിലേക്ക് കയറിയിട്ട് കുറെ അങ്ങോട്ടെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽപാദങ്ങളിൽ നിന്ന് രക്തമൊഴുക്കാൻ തുടങ്ങിയപ്പോ ആ ഹബീബിനെ ചുമലിലേക്ക് നടന്നില്ലേ? ഇതല്ലേ സ്വഹാബത്ത്? കുഞ്ഞിനെ ചുമലിലേക്കുന്നത് പോലെ നേതാവിനെ സിദ്ദീഖ് തങ്ങൾ ചുമലിലേക്ക് എന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ലേ? ആ സ്വഹാബത്താണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, റസൂലല്ലാഹ് ഞങ്ങൾ നടക്കാം നബിയെ. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ പ്രതികരിച്ചതെന്താ? മാ അൻതുമാ ബിഅഖ്വാ മിന്നീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയേ മർശദേ, നിങ്ങൾക്ക് എന്നെക്കാളൊന്നും കായിക ബലമില്ലല്ലോ, എന്റെ ആരോഗ്യം നിങ്ങൾക്കില്ലല്ലോ. അത് വെറുതെ പറഞ്ഞൊന്നല്ല, ചോക്കിന് പറഞ്ഞതൊന്നല്ല. കാരണം എല്ലാറ്റിലും കമാലിയത്തുള്ള മുഹമ്മദ് റസൂലുള്ളാഹി ആരോഗ്യത്തിലും ലോകത്ത് ആർക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആരോഗ്യത്തോടും ധൈര്യത്തോടും എല്ലാമറ്റും ഒന്നില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഉഹുദ് രണഭൂമിയിൽ ശത്രുക്കളുടെ അല്ലാഹുവിന്റെ പ്രവാചകരുടെ അനുയായികൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടിയപ്പോൾ ആ രണഭൂമിയിൽ ഒറ്റയ്ക്ക് ഓടാതെന്നല്ലോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹുനൈൻ രണഭൂമിയിൽ വെച്ചുകൊണ്ടും അല്ലാഹുവിന്റെ ഹബീബ് അല്ലേ രണഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോൾ അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരമകനായ ധീരനാണെന്ന് പറഞ്ഞ് ആ രണഭൂമിയിൽ ഉറച്ചിരുന്നില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളെക്കാളൊക്കെ ശക്തിയും കായിക ബലവും എനിക്കുള്ളതാണ്, അതുകൊണ്ട് തൽക്കാലം ഞാൻ നടന്നോളാം. പക്ഷെ അത് മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ശേഷം പറഞ്ഞത് നമ്മൾ അടിവരയിടുക. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നോക്കൂ സഹോദര, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നോക്കൂ നിങ്ങൾ, എന്താ നബിതങ്ങൾ പറഞ്ഞത്? അലിയേ മർസദേ, ഈ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിലൂടെ കാൽപാദം വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ നടക്കുന്നു. നടന്നിട്ട് നിങ്ങൾ വാങ്ങുന്ന കൂലിയില്ലേ റബ്ബിനോട്, ആ കൂലി എനിക്കും കിട്ടണ്ടേ? മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകർ പറയാണ്. ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകർ? മഅസൂമുകളുടെ നേതാവല്ലേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. മഅസൂമികളായ അമ്പിയാക്കളുടെ നേതാവല്ലേ, പാപങ്ങൾ ചെയ്തിട്ടില്ലാത്ത അമ്പിയാക്കളുടെ നേതാവല്ലേ. ആ ഹബീബാണ് പറയുന്നത്, നിങ്ങൾ കാൽപാദം വെച്ച് മണ്ണിലൂടെ നടക്കുന്നതിന്റെ കൂലി എനിക്കും കിട്ടണ്ടേ? ആരാണ് അല്ലാഹുവിന്റെ ഹബീബ്? നാളെ മഹ്ശറയിലെത്തുമ്പോ കോടാനക്കോടി സൃഷ്ടികളിൽ ഒരുമിച്ചുകൊള്ളുമ്പോ ആ മഹ്ശറയിലെ ഭയാനകമായ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മോചനം കിട്ടാൻ വേണ്ടി അമ്പിയാക്കളുടെ മുഴുവൻ കാൽക്കൽ വന്ന് രോഗം വീഴുമ്പോഴും എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോ ശഫാഅത്തുൽ ഉലമക്ക് അധികാരമുള്ള നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഹബീബ പറയുന്നത്, എനിക്കും കാൽപാദം നിലത്ത് വെച്ച് കൂലി കിട്ടണ്ടോ? ബദർ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ആരാണ് അല്ലാഹുവിന്റെ ഹബീബ്? സഹോദരന്മാരെ, സ്വർഗമെന്ന് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിൽ അവൻ എന്നും സ്വപ്നം കണ്ട ആ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ടല്ല സ്വർഗം. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗാവകാശികളിൽ നമ്മളെ പെടുത്തിത്തരട്ടോ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തിത്തരട്ടോ. ആ സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും സാത്വികരായ സാധാരണക്കാരും പണ്ഡിതന്മാരുമൊക്കെ കാത്തു നിൽക്കുന്ന സമയത്ത് ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സ്വർഗത്തിന്റെ രാജകുമാരനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അലി തങ്ങളോട്, മർസദ് തങ്ങളോട്, മണൽപാതയിലൂടെ കാൽ വെച്ച് കിട്ടുന്ന ഓരോ കാലടിക്കും കിട്ടുന്ന കൂലി എനിക്ക് വേണ്ടേ? എന്തൊരു വിനയമാണ് സഹോദര. നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പക്ഷേ
ഖൽബിൽ അഹങ്കാരം വരികയാണ്. അല്ലാഹു ആകട്ടെ, ഒരു നിസ്കാരം പോലും നേരാ വഴിക്ക് നിർവഹിക്കാത്തവർക്ക് പോലും കിബർ വരെയാണ്. നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ജീവിതത്തിൽ 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം 90 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം ഒക്കെ ജീവിച്ചിട്ട് 100 കണക്കിന് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ട് ഒരൊറ്റ നിസ്കാരം പോലും റബ്ബിനെ പൂർണ്ണമായി ഓർത്ത് നിസ്കരിച്ചെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അല്ലാഹു നമ്മുടെ ഇബാദത്തുകളെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ അവസ്ഥ അങ്ങനല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റും ഉസ്താദ് ഒറ്റ നിസ്കാരം ഇതാ തക്ബീർ മുതൽ സലാം വരെ അള്ളാഹനെ മാത്രമേ ഞാൻ ഓർത്തിട്ടുള്ളൂ എന്ന് പറയാൻ എത്ര ആൾക്ക് കഴിയും? അള്ളാഹു നമ്മുടെ ഈ നിസ്കാരങ്ങളുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നിട്ടാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്യുമ്പോഴേക്കും നമുക്ക് അഹങ്കാരം വരുന്നതെങ്കിൽ ലോകത്തിന്റെ നേതാവ് പറയുന്നത് കണ്ടോ, എനിക്കും കാൽപാദം വെച്ച് കൂലി കിട്ടണ്ടേ? അവിടോ അതാണ് ബദർ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. തുടക്കം മുതൽ ലാസ്റ്റ് സമയം വരെ നമ്മൾ ബദറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ അവിടെയൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ ഉയർത്തിപ്പിടിച്ച വല്ലാത്ത ഒരു വിനയം എന്താണ്? ആ വിനയം നമുക്ക് കാണാൻ കഴിയും. വിനയത്തിന്റെ മറ്റൊരു ഉദാഹരണം എന്താ? ബദറിലേക്ക് അബൂ സുഫിയാനും കൂട്ടരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെട്ട് കുറെ അങ്ങോട്ടെത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ സദസ് തന്റെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അണികളെ ഒന്ന് വീക്ഷിക്കുകയാണ്. എന്റെ ഒപ്പമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വീക്ഷിക്കുകയാണ് അല്ലേ? അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നു, തന്റെ സംഘത്തെ തിരിഞ്ഞു നോക്കുന്നു. ആ സംഘത്തെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കുറെ ചെറിയ കുട്ടികളെ കാണുകയാണ്. ആ ചെറിയ കുട്ടികളെയൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകര് വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. വലിയ ആളുകൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ കുട്ടികളെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചയച്ചു. പക്ഷെ അവിടെ ഒരു അത്ഭുതകരമായ ഒരു ഘട്ടമുണ്ടായി. അതെന്താ? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ന്റെ പിന്നിൽ തന്റെ അനിയൻ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതുങ്ങി നടക്കുകയാണ്. ജ്യേഷ്ഠന്റെ പിന്നിൽ അനിയൻ ഇങ്ങനെ പതുങ്ങി നടക്കുകയാണ്. ആ സമയത്ത് സഅദ് ബിൻ അബീ വഖാസ് ചോദിച്ചു, അനിയ എന്താ നീ ഇങ്ങനെ കാട്ടുന്നത്? സഅദ് ബിൻ അബീ വഖാസ് വലത്തോട്ട് പോകുമ്പോ വലത്തോട്ട് പോകും, ആര് ബാക്കിൽ നിന്നിട്ട് ഉമൈർ. ഇടത്തോട്ട് പോകുമ്പോ ഇടത്തോട്ട് മറ പിടിച്ചിട്ട്, ജ്യേഷ്ഠന്റെ മറ പിടിച്ചിട്ട് അനിയൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോ എന്താണ് നീ ഇങ്ങനെ കാട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ഉമൈർ ബിൻ അബീ വഖാസ് തങ്ങൾ പറയാണ്, അഖാഫു അൻ യസ്തസ്ഗിറനി റസൂലുള്ളാഹ്. ജ്യേഷ്ഠനോട് പറയാണ്, എനിക്കൊരു വേഷാറുണ്ട്. കുറെ ചെറിയ കുട്ടികളൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിലേക്ക് പറഞ്ഞയച്ചല്ലോ, എന്നെയും ചെറിയ കുട്ടികളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകര് വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നു. ഞാൻ പേടിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് എന്നെ കാണാതിരിക്കാനാണ് ഞാൻ പണിയൊപ്പിക്കുന്നത്. ബദറിലെത്തോടെ നബിതങ്ങൾ എന്നെ കാണരുത്, റസൂലുള്ളാഹി കാണാതെ അങ്ങോട്ട് എത്തണം. പ്രിയപ്പെട്ട സഹോദര, കാരണം ഉമൈർ ബിൻ അബീ വഖാസിനിക്ക് പ്രായം 16 ഒരു SSFകാരന്റെ പ്രായമാണ് അല്ലെ. 15-14 വയസ്സിലാണ് മെമ്പർഷിപ്പ് കിട്ടുക. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഉമൈർ ബിൻ അബീ വഖാസ് പറയാ, ചെറിയ കുട്ടികളുടെ ലിസ്റ്റിൽപ്പെടുത്തി നാട്ടിലേക്ക് എന്നെ തിരിച്ചേക്കുമല്ലോ. അത് പറഞ്ഞ് ഉമൈർ ബിൻ അബീ വഖാസ് നിർത്തിയില്ല. ഉമൈർ ബിൻ അബീ വഖാസ് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാ പുറപ്പെടുന്നത്? ഞാനും നിങ്ങളൊപ്പം വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് കേവലം നിങ്ങളൊക്കെ വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ വരില്ല. ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് കാഴ്ചക്കാരനായി നിൽക്കാനല്ല എനിക്ക് താല്പര്യം. അവിടെ വന്ന് യുദ്ധം നടന്നാൽ ഷഹാദത്ത് രക്തസാക്ഷിത്വം ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹജ്ജിനും ഉംറക്കും പോകുന്ന സമയത്ത് ബദർ സന്ദർശിക്കാറുണ്ടല്ലോ നമ്മുടെ സുന്നികളായ ആളുകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബദറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കൂടുതൽ ഇറങ്ങാനൊന്നും പറ്റിയില്ലെങ്കിലും ബദറിലെ വാഹനം ചെന്ന് കറങ്ങി തിരിച്ചു പോരുന്ന ഒരു ടേണിംഗ്, ഒരു ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിൽ 14 ശുഹദാക്കളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പേരിൽ ആദ്യത്തെ പേരേതാണെന്നറിയോ? ഉമൈർ ബിൻ അബീ വഖാസ്.
ബദറിൽ 316ഓളം വരുന്ന 313 ആളുകളിൽ മുസ്ലിമീങ്ങളിൽ കേവലം 14 ആളാണ് മരണപ്പെട്ടത്, ഷഹീദായത്. ആ 14ൽ ഒരാൾ ഒന്നാമനായി ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് 16കാരനായ സഅദ് ബിൻ അബീ വഖാസിന്റെ അനിയനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ആ ധീരനായ ചെറുപ്പക്കാരടക്കമുള്ള ബദർ ശുഹദാക്കളുടെ മഹത്വം കൊണ്ട് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ. അപ്പൊ ബദറിലേക്ക് ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകരും അനുയായികളും പോവുകയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോ ഓരോ നിരീക്ഷണം നടത്തി നബിതങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയിൽ ജിഫ്റാനിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വിവരം കിട്ടി അബൂ സുഫിയാൻ കൂട്ടരും എന്ത് ചെയ്തിട്ടുണ്ട്, ബദറിൽ വരാതെ സ്ഥലം വിട്ടിട്ടുണ്ട്. ചരിത്രം വളരെ ദീർഘമാണ്, തങ്ങൾ പാപ്പ കുറച്ച് കഴിഞ്ഞാൽ വരും, ഞാൻ ചുരുക്കി പറഞ്ഞു പോവാണ്. അപ്പോ ബദർ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നതാണ്, എന്നാലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജിഫ്റാനിലെത്തിയപ്പോഴാണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശരിക്കും കൃത്യമായി ഇത് മനസ്സിലായി. അബൂജഹലും അബൂ സുഫിയാൻ കൂട്ടരും എങ്ങോട്ട് രക്ഷപ്പെട്ടു? മക്കയിലേക്ക് രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ കൂട്ടരെയും തടുക്കാൻ വേണ്ടി മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ ബദറിലേക്ക് പോരാൻ തുടങ്ങിയപ്പോൾ മക്കത്ത് ഒരു സ്വപ്നം വാർത്ത വല്ലാതെ പ്രചരിച്ചിരുന്നു. അതെന്താണ് ആ സ്വപ്നം? ആത്തിക്ക എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയായ അബൂലഹബിന്റെയും അബൂ ത്വാലിബിന്റെയും ഒക്കെ സഹോദരിയായ ആത്തിക്ക ബീവി കണ്ട ഒരു സ്വപ്നം. എന്താണ് സ്വപ്നം? ആ സ്വപ്നത്തോട് അബൂജഹൽ പ്രതികരിച്ചത് എന്തായിരുന്നു? ആ സ്വപ്നം ഒരാളതാ വാഹനപ്പുറത്ത് കയറി വന്നിട്ട് അബൂബക്കറിൽ വന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അതുപോലെ തന്നെ കഅബയുടെ പരിസരത്ത് വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ജബൽ അബീ ഖുബൈസിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു വിപത്ത് വരാനുണ്ട്. ആ വിപത്തിന് വേണ്ടി ഒരുങ്ങുക, തയ്യാറാവുക എന്നതാണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. എന്നിട്ട് കഅബയുടെ ആ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്ന് ഒരു പാറക്കല്ല് ഇങ്ങോട്ട് താഴോട്ട് ഉരുട്ടി വിടുന്നു. ആ പാറക്കല്ല് കഷ്ടമായി ചീളുകളായി ഓരോ കഷ്ടം ഖുറൈശികളിൽ ഓരോരുത്തരുടെ വീട്ടിലേക്കും എത്തിച്ചേരുന്നു. ഇതാണ് സ്വപ്നം. ആ സ്വപ്നം നമുക്കെന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും വേഗം. എന്താ പറഞ്ഞ അർത്ഥം? വലിയൊരു വിപത്ത് വരാനുണ്ട്. ആ വിപത്തിൽ നിന്ന് ഖുറൈശികൾ ഒറ്റ കുട്ടി രക്ഷപ്പെടൂല, എല്ലാവർക്കും ബാധിക്കാനുള്ള വിപത്താണ്. അതാണ് ആത്തിക്കയുടെ സ്വപ്നം. സ്വപ്നത്തിന് പ്രാധാന്യമുണ്ട്. സുബീക്ക് മുമ്പ് കാണുന്ന മുഅ്മിനീന്റെ സ്വപ്നത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. സുബീക്ക് ശേഷം കണ്ടാൽ പിന്നെ സ്വപ്നത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിന് അമേരിക്ക പോയിട്ടും കാര്യമില്ല. സ്വപ്നത്തിന് അമേരിക്കയിലൊക്കെ പോകില്ല നമ്മള്. അപ്പൊ സ്വപ്നത്തിന് മുമ്പിനായ മനുഷ്യന്റെ സുബീക്ക് മുമ്പുള്ള സ്വപ്നം നല്ല സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം, ചീത്ത സ്വപ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ ചീത്ത സ്വപ്നം കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് നമ്മൾ ഊതണം, അല്ലെങ്കിൽ ശൈത്താനെ വായിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. ഏതായിരുന്നാലും ആത്തിക്ക കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിന് വലിയ വ്യാഖ്യാനമുണ്ട്. ഇത് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന അബ്ബാസ് റളിയല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകരുടെ പിതൃ സഹോദരന്മാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതാവിന്റെ സഹോദരന്മാർ എളാപ്പ മൂത്താപ്പമാരിൽ അല്ലാഹുവിന്റെ പ്രവാചകർ ജീവിതകാലത്ത് കണ്ട ആളുകൾ 4 ആളുകളാണ്. അബൂ ത്വാലിബ്, അബൂ ലഹബ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ഇതിൽ 2 ആളുകൾ മാത്രമാണ് പ്രത്യക്ഷത്തിൽ മുസ്ലിമായത്. ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദറിൽ ഇസ്ലാമിനെതിരെ പോരാടിയ ആളാണ്. ആ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സഹോദരി ആത്തിക്കായി സ്വപ്നം പറഞ്ഞു. സ്വപ്നം അബ്ബാസ് റളിയല്ലാഹു അൻഹു മറച്ചു വെക്കാൻ പറഞ്ഞു. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചില ആളുകളോട് പങ്കുവച്ചു. അത് മക്കയിൽ ആകെ ഫ്ലാഷായി. ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു അബ്ബാസിനോട്, അബ്ബാസേ, ബനി അബ്ദുൽ മുത്തലിബിൽ ഇപ്പോൾ പ്രവാചകന്മാര് പെണ്ണുങ്ങളുണ്ടോ? മുഹമ്മദ് ഏതായാലും വലിയ വർത്താനൊക്കെ പറഞ്ഞ് മദീനയ്ക്ക് പോയി. ഇപ്പൊ പെണ്ണുങ്ങളിലും നബിമാര് വന്നിട്ടുണ്ടോ എന്ന് പരിഹാസത്തോടുകൂടെ. 3 ദിവസം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. 3 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അത് അബൂജഹലിന്റെ സ്വഭാവം അതാണ്, അഹങ്കാരം, പരിഹാസം. എല്ലാ ഘട്ടങ്ങളിലും അഹങ്കാരത്തോടെയും പരിഹാസത്തോടെയാണ് അബൂജഹൽ ഇപ്പുറത്തും സംസാരിച്ചത്. മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഓരോ ഘട്ടത്തിലും വിനയത്തിന്റെയും മാന്യതയുടെയും അതുപോലെ തന്നെ സ്വഭാവത്തിലാണ് നബിതങ്ങൾ സംസാരിച്ചത്. രണ്ടും വലിയ അന്തരമുണ്ട്. വിനയവും അഹങ്കാരവുമാണ് ബദറിൽ പോരാടിയത്. എന്നിട്ട് അബൂജഹൽ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കഅബയുടെ കില്ലയിൽ ഒരു ബോർഡ് എഴുതി തൂക്കും. ബനി അബ്ദുൽ മുത്തലിബ് കള്ളന്മാരാണെന്നുള്ള ബോർഡ് തൂക്കാൻ പോവാൻ.
അങ്ങനെ 3 ദിവസമായി. 3-ാമത്തെ ദിവസം രാവിലെ ആയപ്പോഴാണ് ലംലം എന്ന് പറയുന്ന ആള് വന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഒരുങ്ങിക്കോടി, നിങ്ങളുടെ മുതലൊക്കെ അബൂ സുഫിയാന്റെ കയ്യിലാണല്ലോ, മുഹമ്മദ് കൂട്ടരെ പിടിച്ചെടുക്കാൻ വരുന്നുണ്ട്. അതോടുകൂടെ ആകെ ബേജാറായി. സ്വപ്നത്തിന്റെ വാർത്ത യാഥാർത്ഥ്യമായി. അങ്ങനെയാണ് അബൂജഹൽ കൂട്ടരും ബദറിലേക്ക് പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളെയും തടുക്കാൻ വേണ്ടി. അങ്ങനെ ബദറിലേക്ക് വരുമ്പോ വഴിയിൽ വെച്ച് അബൂ സുഫിയാനും കൂട്ടരും ബദറിൽ വരാതെ രക്ഷപ്പെട്ടു. ഈ വിവരം അബൂജഹലിനെ അറിയിക്കുന്നു. അബൂജഹലിനെ അറിയിച്ചപ്പോഴും അബൂജഹൽ പറഞ്ഞു, അനുയായികൾ ഒരഭിപ്രായം പറഞ്ഞപ്പോൾ മാനിക്കാൻ അബൂജഹൽ തയ്യാറായില്ല. ഇനി വരണ്ട ബദറിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. പലവരും അഭിപ്രായം, നീ നമ്മുടെ ബദറിലേക്ക് പോകുന്നത്, അബൂ സുഫിയാൻ കൂട്ടി രക്ഷപ്പെട്ടു വന്നില്ലേ? അപ്പോൾ അബൂജഹൽ പ്രതികരിച്ചതെന്താ? തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ബദറിലേക്ക് ഞങ്ങൾ പോകും. ബദറിൽ 3 ദിവസമെങ്കിലും തങ്ങും. ഓരോ ദിവസവും നല്ല നല്ല ഒട്ടകത്തറച്ച് പാചകം ചെയ്ത് വിഭവസമൃദ്ധമായ ആഹാരമുണ്ടാക്കി കള്ളുകുടിച്ച് ഗാനമേള നടത്തിയിട്ട്, അങ്ങനെ തന്നെയാണ് ചരിത്രം പറയുന്നത്. നമ്മളുടെ തറവാട് മഹിമ ഇങ്ങനെ പാടി പറഞ്ഞ് ജീവിതം ഇങ്ങനെ ആസ്വദിക്കും ഞങ്ങൾ. അത് കണ്ടിട്ട് ലോകം ഒന്ന് അറബികൾ നിങ്ങളെ കാണട്ടെ. ഇതും പറഞ്ഞുകൊണ്ടാണ് അബൂജഹൽ വരുന്നത്. പക്ഷേ ദിഫ്റാനിലെത്തിയപ്പോ അള്ളാന്റെ ഹബീബിനിക്ക് അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു. ഇനി ഞങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ളത് ആരെയാ? 1000 പടയാളികളുള്ള ആയുധ സജ്ജരായ 700 ഒട്ടകം കൂട്ടമുള്ള, അതുപോലെ തന്നെ 600ഓളം യുദ്ധവസ്ത്രം അണിഞ്ഞു വരുന്ന, അതുപോലെ തന്നെ 60-70ഓളം കുതിരകളുള്ള ഒരു എല്ലാം സജ്ജമായ ഒരു സൈന്യത്തോടാണ് പോരാടാനുള്ളത്. നേരത്തെ അബൂ സുഫിയാൻ കൂട്ടർ 40 ആളേ ഉള്ളൂ അല്ലെ, ആയുധങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെ പോകുന്നതാണ് സംഘം. ഈ സംഘം ബദറിന്റെ പരിസരത്തെത്തിയപ്പോഴാ അബൂ സുഫിയാൻ കൂട്ടരും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് അഭിമുഖീകരിക്കാനുള്ളത് അബൂജഹലും കൂട്ടരെയുമാണ്. ഈ സമയത്തൊരു നേതാവ് എന്ത് ചെയ്യണം? അല്ലെ, അബൂജഹലിനോട് പിന്മാറി പോകാൻ പറഞ്ഞപ്പോ അബൂജഹൽ എന്താ പറഞ്ഞതനുസരിച്ച് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. എന്നിട്ട് അനുയായികളോട് ഒരു മുഷാവറ, കൂടിയാലോചന. ഇതൊരു വിനയത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്, കൂടിയാലോചന. എത്ര വലിയ കഴിവുള്ളവനും എത്ര വലിയ വിവരമുള്ളവനും എത്ര വലിയ പരിചയസമ്പന്നനും ജീവിതത്തിൽ ഒരു പുതിയ വിഷയത്തെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഒന്ന് ഒപ്പമുള്ള ആളുകളോടൊക്കെ ആലോചിക്കുക എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ആദം നബിയെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ഉപദേശിച്ചതാ. വശാവിറുഹും ഫിൽ അംരി, ഏത് കാര്യത്തിലും അനുയായികളോട് മുശാവറ നടത്തണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ് അനുയായികളോട് പറഞ്ഞു, സഹാബ ഞങ്ങൾ ഇനി ഒരു കാര്യം പറയട്ടെ, ഞാൻ അബൂജഹലും കൂട്ടരാണ്, ഓരെയാണ് നമ്മൾ ഏറ്റുമുട്ടാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ മുഷാവറ ചെയ്യുകയാണ്. ലോകത്ത് എന്ത് തീരുമാനമെടുക്കാനും അർഹനായ ഒരു നേതാവാണ്. സ്വന്തമായി നിലപാടെടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അണികളോട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ മുഹാജിറുകളായ മക്കാ നിവാസികൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്താ നബിയെ ഇങ്ങനെ ചോദിക്കുന്നത്? ഒരിക്കലും ബനൂ ഇസ്രായേലിനോട് മൂസാ നബിയോട് ബനൂ ഇസ്രായേലിൽ പറഞ്ഞത് തങ്ങളോട് ഞങ്ങൾ പറയില്ല കേട്ടോ. അവരെന്താ പറഞ്ഞിരുന്നത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ വഇന്നാ ഹാഹുനാ ഖായിദൂൻ. യുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുന്ന ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും ലമുഖാതിലൂൻ. നീയും നിങ്ങളുടെ റബ്ബ് യുദ്ധം ചെയ്യുമ്പോ നിങ്ങളോടൊപ്പം ഞങ്ങളും യോദ്ധാക്കളായി ഉണ്ടാകുമെന്ന് മുഹാജിറുകൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴും അള്ളാന്റെ ഹബീബിന് ഒരു സമാധാനം കിട്ടുന്നില്ല. കാരണം എന്താണ്? മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കത്തിൽ നിന്ന് നാടും വീടും കുടുംബവും സമ്പത്തൊക്കെ ഒഴിവാക്കി മദീനയ്ക്ക് പോകുന്നതല്ലേ, ഓർക്ക് എന്തും പറഞ്ഞൂടെ. പക്ഷെ അള്ളാന്റെ ഹബീബിന്റെ ആശങ്ക എന്താണ്? കാരണം തന്റെ സൈന്യത്തിൽ ഒരു വലിയൊരു വിഭാഗം ആളുകളും മദീന നിവാസികളായ അൻസാറുകളാണ്. ഇതും വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം അബൂജഹലിന് ജയിക്കാൻ പറ്റിയ എല്ലാ ആനുകൂല്യ സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ആൾബലം 3 ഇരട്ടിയാണ്, ആയുധബലം അതേപോലെ തന്നെ ഇരട്ടിയാണ്.
അതേപോലെ തന്നെ ഭൗതികമായി അവർ മുസ്ലിമീങ്ങളെ പോലെ നോമ്പുകാരായിട്ട് നാട്ടിൽ നിന്ന് പുറപ്പെട്ടവരല്ല. ഇങ്ങനെ എല്ലാ ആനുകൂല്യമുണ്ട്. അതിന് പുറമെ മറ്റൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു. അബൂജഹലിന്റെ ഒപ്പമുള്ളവരൊക്കെ ഖുറൈശികളായിരുന്നു, ഒറ്റ തറവാട്ടുകാർ. അതിൽ നിന്നുള്ളൊരു ഐക്യം, ഒരു നാട്ടുകാർ, ഒരു തറവാട്ടുകാർ. പക്ഷേ അള്ളാന്റെ ഹബീബിന്റെ ഒപ്പം 300 ചില്ലാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഗ്രൂപ്പുകാരാണെന്നറിയോ? കാരണം മക്കക്കാരായ മദീനയിൽ വന്ന മുഹാജിറുകൾ പോലും എല്ലാവരും ഖുറൈശികളല്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ പച്ചപ്പാവങ്ങളായി അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ വരെയുണ്ട്. ഇനി അൻസാറുകളായ മദീന നിവാസികളോ ഔസ് ഹസ്റജ് അടക്കമുള്ള വിവിധ ഗോത്രക്കാർ കുറെ ഗ്രൂപ്പാണ് റസൂലുള്ളാഹിനോടൊപ്പം. അപ്പം തന്നെ വേലാറല്ലേ, ഏതെങ്കിലും ഗ്രൂപ്പ് തെറ്റിപ്പോയ പോലെ. പക്ഷേ അൻസാറുകളായ ആളുകൾ മദീന നിവാസികളാണ്. അവരോടൊരു ഉടമ്പടിയുണ്ട് നബി തങ്ങൾക്ക്. നേരത്തെ ആ ഉടമ്പടി എന്താ? ആ ഉടമ്പടി അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെയും അനുയായികളെയും സഹായിക്കും. നമ്മൾ മദീനക്കാരുടെ ഉടമ്പടിയാണ്. മദീനയുടെ ഉള്ളിൽ വെച്ച് സഹായിക്കുള്ളൂ. മദീനയുടെ ബോർഡറിന്റെ ഉള്ളിൽ വെച്ച് ഏത് ആളുകൾ മുഹമ്മദിനെയും അനുയായികളെയും പ്രവാചകരെയും അനുയായികളെയും ആക്രമിക്കാമെന്നാൽ നമ്മൾ അവിടെ നിന്ന് സഹായിക്കും. പക്ഷെ പുറത്തുനിന്ന് സഹായിക്കൊന്നും ഉടമ്പടിയില്ല. ബദർ മദീനയുടെ എത്രയോ പുറത്താണ്, 148 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ സ്വാഭാവികമായി യുദ്ധത്തിന് പോകുമ്പോ അൻസാറുകൾ സഹകരിക്കുമോ എന്നൊരു ആശങ്ക മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാന്റെ പ്രവാചകർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, എന്താണ് ഇത് സംഭവിക്കുക? അപ്പോഴാണ് സഅദ് ഇബ്നു മുആദ് അടക്കമുള്ള അൻസാറുകളുടെ നേതാക്കൾ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നത് എന്താ? യാ റസൂലല്ലാഹ്, മുഹാജിറുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് തങ്ങൾ വീണ്ടും ഇങ്ങനെ അന്വേഷിക്കുന്നത് ഞങ്ങളുടെ കാര്യമാണോ നബിയേ? അതെ, അങ്ങനെയാണെന്ന് ബോധ്യപ്പെടുന്നു എങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ തങ്ങൾ ആശങ്കപ്പെടേണ്ട. ഒരു കടലോരത്തിൽ വന്നിട്ട് തങ്ങൾ ഒന്നും പറയാതെ കടലിലേക്ക് അങ്ങോട്ട് എടുത്തു ചാടിയാൽ ഞങ്ങളും ചാടും നബിയെ. തങ്ങളൊപ്പോ ഒന്നും ചോദ്യം ചെയ്യൂല. അത്രയും ഞങ്ങൾ ഉറപ്പുണ്ടാവും. ഒരു പുഴയുടെ പക്കത്ത് നിന്നിട്ട് നബിയെ തങ്ങളങ്ങ് വെള്ളത്തിൽ കെടുത്തി ചാടിയാൽ എന്തിന് ചാടി നിങ്ങൾ ചോദിക്കൂല. അതുകൊണ്ട് ഞങ്ങളുണ്ടാവും. അങ്ങനെയാണ് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾക്ക് സമാധാനമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, അഭിഷു സന്തോഷിക്കുക, ഒരു ബേജാറ് നിങ്ങൾ ബേജാറാകേണ്ടതില്ല. അള്ളാഹുവിന്റെ വാഗ്ദത്താണ്, രണ്ടാമതൊരു വിഭാഗം നമ്മുടെ കയ്യിലേക്ക് വരും, നമ്മൾ വിജയിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ ഇങ്ങനെ അവർക്ക് ഓരോ ഇസ്ലാമിന്റെ ശത്രുക്കളും വെട്ടി വീഴ്ത്തപ്പെടുന്ന സ്ഥലം വരെ അള്ളാഹുവിന്റെ പ്രവാചകർ കാണിച്ചു കൊടുത്തു. ഒരു മുഷാവറ, ഒരു കൂടിയാലോചന, വിനയത്തിന്റെ വിജയമാണ് ബദർ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സമാധാനിച്ചു നിന്നോ? ഇല്ല. പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ ബദറിൽ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? ആയുധങ്ങളില്ലല്ലോ. പിന്നെ എല്ലാ ആയുധങ്ങളെയും വെല്ലുന്ന ആയുധം എന്തായിരുന്നു? ദിക്റും പ്രാർത്ഥനയുമായിരുന്നു. ദിക്റും പ്രാർത്ഥനയും. കാരണം സൂറത്ത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്ക് വിജയിക്കാനുള്ള മാനദണ്ഡം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങൾ ഒരു സംഘത്തെ, ഇസ്ലാമിന്റെ ശത്രുക്കളാവുന്ന സംഘത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതൂ, പതറാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അത് മാത്രം പോരാ, വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്ര ശക്തരാവട്ടെ, അവരുടെ മുന്നിലെത്തുമ്പോ വിജയിക്കാനുള്ള മാർഗമായി പറയുന്നത് എന്താ? അല്ലാഹുവിനെ നിങ്ങൾ വല്ലാതെ ഓർക്കുക, ദിക്ർ ചൊല്ലുക, ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് ഖുർആൻ ഉപദേശിക്കുന്നത്. ഈ ഉപദേശം അക്ഷരം പ്രതി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ബദറിൽ അല്ലാഹുവിന്റെ പ്രവാചകർ പാലിച്ചിരുന്നു, എല്ലാ ഇടങ്ങളിലും പാലിച്ചിരുന്നു. ഇന്ന് നമ്മൾ മറന്നിട്ടുണ്ടത്. ദുആ ഒരു വിശ്വാസിയുടെ ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി മുഹമ്മദ് റസൂലുള്ളാഹി. മുഅ്മിനിന്റെ ഏറ്റവും തിളക്കമുള്ള മൂർച്ചയുള്ള ആയുധം അത് ദുആയാണ്. നമ്മൾ ദ്വാരക്കുന്നുണ്ട് ഉസ്താദേ, നമ്മുടെ ദുആക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി പോലെയാണ്. നമ്മുടെ ദുആ ഇൻഷുറൻസ് പോളിസി പോലെയാണ്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, വണ്ടി വാങ്ങിയാൽ ഇൻഷൂർ ചെയ്യാറുണ്ട്.
വീടിന് ഇപ്പോൾ ഇൻഷൂർ നമുക്ക് ഇൻഷൂർ പറ്റുമൊക്കെ വേറെ ചർച്ച അല്ലെ. പൊതുവെ നമ്മുടെ നാട്ടിൽ ഇൻഷൂർ വളരെ വ്യാപകമാണ്. എല്ലാറ്റിനും ഇൻഷൂറാണ്. എന്താ നമ്മുടെ ഇന്നത്തെ മുസ്ലിങ്ങളുടെ നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി പരിശോധിച്ചാൽ നമ്മുടെയൊക്കെ ദുആയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്താ? നമ്മുടെ ദുആന്റെ പ്രത്യേകത, നമ്മുടെ ദുആ ഇൻഷുറൻസ് പോളിസിയാണ്. ഇൻഷുറൻസ് പോളിസി ആവാൻ പാടില്ല ദുആ. എന്താ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ? വണ്ടി അപകടത്തിൽ പെടുമ്പോൾ സഹായിക്കാനുള്ളതാണല്ലേ. അപകടത്തിൽ പെടാതിരിക്കുമ്പോ പൈസ കിട്ടൂല. വീട് കത്തുക അപകടട്ടെ, നമ്മുടെ വീടൊക്കെ ഒന്ന് ഒരിശിക്കട്ടെ അല്ലെ. വീടിന് വല്ല ദുരന്തത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ സഹായിക്കാനുള്ളതാണ് വീടിന്റെ ഇൻഷൂർ. ലൈഫ് ഇൻഷൂർ എന്നാണ് മനുഷ്യന്റെ ജീവനോ ആരോഗ്യത്തിനോ കുഴപ്പം പറ്റുമ്പോൾ സഹായിക്കാനുള്ളതാണ്. അപ്പൊ ബുദ്ധിമുട്ടുമ്പോ മാത്രം ഉപകാരപ്പെടുന്ന ഒന്നാണേത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ദുആന്റെ സ്വഭാവം അങ്ങനെയാണ്. അഥവാ ബുദ്ധിമുട്ടുന്ന സമയത്ത് മാത്രമേ നമ്മൾ ദ്വാരക്കുള്ളൂ. അതന്നെ നമ്മുടെ ദ്വാന്റെ കുഴപ്പം. അല്ലാഹുവിനെ നമ്മൾ വിളിക്കലപ്പോഴാ പ്രയാസപ്പെടുമ്പോൾ മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കാത്തത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കാം. ഈ ബുദ്ധിമുട്ടുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ സംഭവമാണ്. ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ ദ്വാന്റെ അവസ്ഥ എന്താ? എല്ലാ വാതിലിൽ നിന്ന് മുട്ടി പരാജയപ്പെട്ടാല് നമ്മളെന്താവുള്ളൂ? പടച്ചവന്റെ വാതിലിൽ രോഗം ഉണ്ടായാല് എല്ലാ വിദഗ്ധന്മാരും കാലം അല്ലെ വിദഗ്ധന്മാരെ കാലത്താണെന്നാണ് പറഞ്ഞല്ല. പക്ഷേ ആരംഭം മുതൽ ദുആ വേണം. നമ്മളെല്ലാം കഴിയുമ്പോഴാ ദുആ എന്ന് പറയുന്ന ആയുധം പ്രയോഗിക്കാറുള്ളത്. ഇൻഷുറൻസ് പോളിസിയാണ് ദുആ. ബുദ്ധിമുട്ടുമ്പോൾ പോലും എല്ലാ വാതിലും അടഞ്ഞാലാണ് ദുആ എന്ന വാതിൽ പോയി നമ്മൾ മുട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരച്ച തമ്പുര നമ്മളെ പരിഗണിക്കാത്തത്. ജീവിതത്തിൽ എത്ര സന്തോഷത്തിന്റെ ഘട്ടങ്ങളുണ്ടായി, ജീവിതത്തിൽ നല്ല ആരോഗ്യമുള്ള സമയമുണ്ടായി, ജീവിതത്തിൽ നല്ല ആഹാരം കഴിച്ച സമയമുണ്ടായി. അപ്പോൾ ഒന്നും മാന്യമായി അൽഹംദുലില്ലാ പറയാൻ പോലും നേരം കിട്ടാത്തവർ ബുദ്ധിമുട്ടുമ്പോൾ മാത്രം അല്ലാഹുവിനെ വിളിച്ചാൽ പരസ്പരം നയിക്കുകയില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. മഹാനായ അബീ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു. ആർക്കെങ്കിലും അല്ലാഹു അവന്റെ ദുആക്ക് ഇജാബത്ത് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഉത്തരം നൽകാൻ ഉത്തരം നൽകൽ ആർക്കെങ്കിലും സന്തോഷം നൽകുന്നുണ്ടോ? എന്നാൽ എന്ത് ചെയ്യട്ടെ? സന്തോഷഘട്ടത്തിൽ ദുആ വർദ്ധിപ്പിക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി. അതേ, രോഗമുണ്ടാകുമ്പോൾ ദ്വാരക്കുമ്പോൾ ഉറപ്പ് പരിഗണിക്കണമെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ദുആ വർദ്ധിപ്പിക്കണം. അതേ, പട്ടിണി വരുമ്പോ, പട്ടിണി മുന്നിൽ കാണുമ്പോ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹു നമ്മളെ പരിഗണിക്കണം. പട്ടിണി ഇല്ലാത്ത ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ വാതിൽ പോയി മുട്ടേണ്ടിയിരുന്നു. നമ്മൾ ചെയ്യാറില്ല. നമ്മള് കഷ്ടപ്പെടുമ്പോഴും ബുദ്ധിമുട്ടുമ്പോഴും മാത്രം മുട്ടാനുള്ള വാതിലായിട്ടാണ് അല്ലാഹുവിന്റെ വാതിൽ കണ്ടത്. പക്ഷേ മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെയല്ല. ദുആയാണ് മുസ്ലിമിന്റെ ആയുധം, മുഅ്മിനിന്റെ ആയുധം. ആ ദുആയാണ് ബദറിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ ഉടനീളം പ്രയോഗിച്ചത്. യാത്രയിൽ ദുആ ചെയ്തു, ബദറിലേക്ക് പുറപ്പെടുമ്പോൾ ദുആ ചെയ്തു, വഴിയിൽ വെച്ച് ദുആ ചെയ്തു. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അനുയായികളെ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കിക്കിടത്തി. പക്ഷേ നേതാവ് രാത്രി തമ്പിൽ ഉറങ്ങിയില്ല. മുഴുവനും സുജൂദിൽ കടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിൽ വ്യാപൃതനായിരുന്നു. പിറ്റേ ദിവസം യുദ്ധം തുടങ്ങി. അയ്യൂബ് അബീ ത്വാലിബ് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നബിതങ്ങളുടെ തപ്പിൽ പാടി നോക്കും. നബിതങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ ബേജാറ് കൊണ്ട് വന്ന് നോക്കുന്നതാ. പക്ഷേ ആ തമ്പിൽ യുദ്ധം അവസാനിക്കുന്ന സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലാണ്. അപ്പോ ഈ ബദറിന്റെ ചരിത്രമൊക്കെ വളരെ ദീർഘമാണ്. ഞാൻ വളരെ ചുരുക്കി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യുദ്ധം, ഈ സമരം ബദരീങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം, അവർ ബദർ യുദ്ധത്തിൽ വിജയിച്ചത് വിനയം കൊണ്ടാണ്, നേതാവിന്റെ ഗുണം കൊണ്ടാണ്, അണികളുടെ അച്ചടക്കം കൊണ്ടാണ്. അതിനു പുറമെ ദിക്റിന്റെയും ദുആഇന്റെയും ആസ്മരികതയാണ്. ആ മൂല്യവും ആയുധവും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ നൽകട്ടെ.
ബദരീങ്ങൾ അത് നമ്മുടെ ഒരു വികാരമാണ്. ഭൂതീങ്ങളുണ്ട്, ഹന്തക്കിൽ ശുഹദ പങ്കെടുത്തവരുണ്ട്, തബൂക്കിൽ പങ്കെടുത്തവരുണ്ട്. അവരൊക്കെ നമ്മൾ സ്മരിച്ചേക്കും. പക്ഷേ ബദരീങ്ങൾക്ക് കിട്ടുന്ന പവറൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം മുസ്ലിമീങ്ങൾ അവരുടെ ജീവൻ അല്ലെങ്കിൽ അതിനെ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോരാടിയവരാണ് അവർ. അള്ളാഹു അവരുടെ മഹത്വത്തെ വർദ്ധിപ്പിച്ചു പെരുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അസ്മാൽ ബദർ തുടങ്ങാൻ പോകാനും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാം, മൂന്നിയൂർ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെല്ലാവരും മഅദിൻ എന്ന് പറയുന്ന മഅദിൻ സ്വലാത്ത് നഗറിലെ മഹാനായ ഹരീസ് തങ്ങൾ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മഹാനായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. റമദാനിൽ എല്ലായിടങ്ങളിലും പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ റമദാനിൽ ഈ പ്രധാനപ്പെട്ട രാവുകൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് കൂടുതൽ ജനകീയമായി ബോധ്യപ്പെടുത്തുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ മഅദിൻ സഖാഫ ഇസ്ലാമിയ. 27 നമുക്കറിയാം അല്ലെ, ഒരു സ്വലാത്തിന്റെ പേരിൽ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ്. അത് ലോകത്ത് തന്നെ സ്വലാത്ത് എന്നതിന് ഒറ്റ കൺസെപ്റ്റില് ഒരു ഗ്രാമത്തിന് തന്നെ സ്വലാത്ത് നഗർ എന്ന പേര് കിട്ടുന്ന രൂപത്തിൽ ലോകം മുഴുവൻ സ്വലാത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രം. അതെന്തായാലും മഅദിന്റെ ക്യാമ്പസാണ്. ബാക്കിയിടങ്ങളിലൊക്കെ പരിപാടികളുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊക്കെ മാതൃക അത് മഅദിൻ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലാഹു തആല സ്ഥാപനം നിലനിർത്തുമാറാവട്ടെ. ഏതായിരുന്നാലും 27 രാവിലെ സ്വലാത്ത് പരിപാടിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം വളണ്ടിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നോമ്പുതുറയിലേക്കൊക്കെ ധാരാളം വിഭവങ്ങൾ ഇവിടെ വരാറുണ്ട്. അതിനൊക്കെ എല്ലാവരും ഇതുവരെയുള്ളതിനേക്കാൾ പൂർവോപരി സഹായിക്കണം, അതിനാവശ്യമായതൊക്കെ ചെയ്യണമെന്ന് മാത്രം ഉണർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.